ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ സീരിയൽ ആരംഭിച്ചപ്പോൾ കേട്ട ഒരു വചനം ലൂക്കായുടെ 24-ാം അധ്യായത്തിൽ 45-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു, വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കുവാൻ തക്കവണ്ണം യേശു ശിഷ്യന്മാരുടെ മനസ്സ് തുറന്നു കൊടുത്തു. മറ്റുള്ളവരുടെ അല്ല, ലോകത്തിലുള്ള ഏതെങ്കിലും മനുഷ്യരുടെ അല്ല. യേശുവിൻ്റെ കൂടെ 3 വർഷക്കാലം വളരെ അടുത്ത് പെരുമാറുകയും യേശുവിനോട് നടക്കുകയും നേരിട്ട് യേശുവിനെ കേൾക്കുകയും യേശു അവരെ തന്നെ അയച്ച് അവർ വചനം പ്രസംഗിച്ചവരും ഒക്കെ ആണെങ്കിലും അവർക്കൊന്നും പിടികിട്ടിട്ടില്ലായിരുന്നു. അവർക്ക് പോലും ഒന്നും വെളിപ്പെടുത്തി കിട്ടിയിട്ടില്ല. അതിനുവേണ്ടി യേശു അവരുടെ മനസ്സ് തുറന്നു കൊടുക്കുകയാണ് ചെയ്തത്. ഇപ്രകാരം തന്നെ നമ്മളും വചനം പ്രസംഗിക്കുന്നവരായിരിക്കാം, കേൾക്കുന്നവരായിരിക്കാം, പഠിക്കുന്നവരായിരിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ നമുക്ക് ഇവിടെ എഴുതപ്പെട്ടിരിക്കുന്ന ഈ വചനങ്ങൾ, ദൈവം തന്നെയായ ഈ വചനങ്ങൾ, അതിൻ്റെ ഉള്ളിലെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ വെളിപ്പെടുത്തി കിട്ടത്തക്കവണ്ണം നമ്മുടെ മനസ്സുകൾ തുറന്നു കിട്ടിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഇന്ന് നമ്മൾ മറ്റൊരു ഭാഗത്ത് കടക്കുകയാണ്. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിൽ 16-ാം അധ്യായത്തിൽ നമ്മളൊരു സ്ത്രീയെ കണ്ടുമുട്ടുന്നുണ്ട്. ലിദിയ എന്നാണ് പേര്. ഈ ലിദിയ പൗലോസിനെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ പറയുന്നു, പൗലോസ് പ്രസംഗിച്ച വചനങ്ങൾ മനസ്സിലാകുവാൻ തക്കവണ്ണം അവളുടെ മനസ്സ് ദൈവം തുറന്നു കൊടുത്തു. ഇപ്പോൾ ഇവിടെ യേശു അല്ല പ്രസംഗിക്കുന്നത്, മനുഷ്യനായ ഒരു പൗലോസ്. ഈ പൗലോസ് ആരായിരുന്നു? നമുക്ക് അറിയാം. ഇത് പ്രത്യേകിച്ച് സ്റ്റോറിയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പൗലോസ് ഒരു യഹൂദമതത്തിലെ വലിയ പ്രമാണിയായിരുന്നു. അവൻ ഫരിസേയനായിരുന്നു. മോശയിലൂടെ ലഭിച്ച എല്ലാ പ്രമാണങ്ങളും അക്ഷരപ്രതി അനുസരിച്ച് അവൻ്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും പാരമ്പര്യമൊക്കെ മുറുകെ പിടിച്ച് അവൻ വിശ്വസിക്കുന്ന കാര്യങ്ങൾക്കെതിരെ പ്രസംഗിക്കുന്ന ഒരു കൂട്ടരാണ് ക്രിസ്തു ശിഷ്യന്മാർ. അതുകൊണ്ട് അവരെ വേട്ടയാടി പീഡിപ്പിച്ച് ജയിലിലടക്കിയ എന്നായിരുന്നു ഈ പൗലോസിൻ്റെ ജോലി. അന്ന് അറിയപ്പെട്ടിരുന്ന പേര് പൗലോസ് എന്നല്ല, സാവൂൾ എന്നായിരുന്നു. അപ്പോൾ സാവൂളാകുന്ന ഈ വലിയ തീവ്രവാദി, ഈ വ്യക്തിയെയാണ് ദൈവത്തിൻ്റെ കൃപയാൽ പരിശുദ്ധാത്മാവ് അവനെ മാനസാന്തരപ്പെടുത്തി അവൻ്റെ കണ്ണുകൾ തുറന്നു കൊടുത്തത്. അവിടെയും പറയുന്നുണ്ട്, പൗലോസിൻ്റെ കണ്ണുകൾ തുറന്നു കൊടുത്തു. കാരണം യേശു അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് ഒരു പ്രകാശമായിട്ടാണ്. യേശുവിൻ്റെ ഒരു സ്വരം അവന് കേൾക്കാൻ സാധിച്ചു. സാവൂൾ, സാവൂൾ, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? സാവൂള് ദൈവകൃപയാൽ ആ സ്വരം കേട്ടിട്ട് സ്വയം സമർപ്പിച്ച് ചോദിച്ചു, കർത്താവേ, നീ ആരാണ്? നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. എന്നിട്ട് ആ സ്വരത്തോട് അവൻ വിധേയപ്പെട്ടു. അതുകൊണ്ട് അനനിയാസിനെ പറഞ്ഞുവിട്ട് അവൻ്റെ മേൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ കണ്ണുകൾ തുറന്നു. പ്രിയപ്പെട്ടവരെ, അവിടെ കണ്ണുകൾ തുറന്നു എന്ന് പറയുന്നത് അവൻ്റെ ബാഹ്യമായ കണ്ണുകളുടെ കാര്യത്തെക്കാളുപരി അവൻ്റെ ആത്മീയമായ കണ്ണുകൾ തുറന്നു. അവനൊരു വെളിപാട് ലഭിക്കാൻ തുടങ്ങി. അങ്ങനെ കണ്ണുകൾ തുറന്നു കിട്ടിയ, മനസ്സ് തുറന്നു കിട്ടിയ, വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കുവാൻ തക്കവണ്ണം മനസ്സ് തുറന്നു കിട്ടിയ പൗലോസിനെ ദൈവം വലിയൊരു ദൗത്യം കൊടുക്കുകയാണ്. നീ പോയി മറ്റുള്ളവരുടെ കണ്ണുകൾ തുറക്കുക, പിശാചിൻ്റെ പിടിയിൽ നിന്നും അവരെ രക്ഷിക്കുക. അങ്ങനെ ഒരു ദൗത്യം കൊടുക്കുകയാണ്. ആ പൗലോസാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലിദിയ എന്ന ഒരു സ്ത്രീയുടെ മനസ്സ് തുറന്നു കിട്ടി. ദൈവാത്മാവ് അവിടെ പ്രവർത്തിക്കുകയാണ്. അതായത് വാസ്തവത്തിൽ പൗലോസ് പ്രസംഗിച്ചു എന്ന് ഞാൻ പറഞ്ഞെങ്കിലും യഥാർത്ഥമായ അനുഭവത്തിൽ വന്നാൽ
എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണ്, ഞാനൊരു പ്രാസംഗികനല്ലായിരുന്നു. ഇന്നും ഈ സമയത്തും ഞാനൊരു പ്രാസംഗികനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. രണ്ടുപേരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുവാനോ ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. എനിക്ക് ഭയമായിരുന്നു, എനിക്ക് നാണമായിരുന്നു, ഞാൻ വിറയ്ക്കുമായിരുന്നു, എനിക്ക് വിക്കുണ്ടായിരുന്നു. ഈ എന്നെ കർത്താവ് ഇന്ന് ഇങ്ങനെ ഉപയോഗിക്കുന്നെങ്കിൽ അത് ദൈവം എൻ്റെ കണ്ണുകൾ തുറന്നു തന്നപ്പോൾ മറ്റുള്ളവരുടെ കണ്ണ് തുറക്കാൻ പൗലോസിനെ അയച്ചതുപോലെ എന്നെ അയക്കുന്നു. അതുപോലെ ഈ ലോകത്തിൽ അനേകം ആയിരം വ്യക്തികളുണ്ടായിരിക്കും. ഇവിടെ നമ്മളിപ്പോൾ പറയുന്നത് പൗലോസിൻ്റെ കാര്യമാണ്. പൗലോസിനെ പറഞ്ഞയച്ചത് അവന് വെളിപ്പെടുത്തി കിട്ടിയ ദൈവിക രഹസ്യങ്ങൾ യേശു തന്നെ അവനിലൂടെ പ്രസംഗിക്കുക. അങ്ങനെ പ്രസംഗിച്ചപ്പോൾ അത് ഗ്രഹിക്കുവാൻ തക്കവണ്ണം ലിദിയ എന്ന ഒരു സ്ത്രീയുടെ മനസ്സ് ദൈവം തുറന്നു കൊടുത്തുവെന്ന് നമ്മളവിടെ കാണുന്നുണ്ട്. അപ്രകാരം തന്നെ നമ്മളും നമ്മുടെ മനസ്സ് തുറന്നു കിട്ടാനുള്ള ആഗ്രഹത്തിൽ പ്രാർത്ഥനയിൽ ആയിരിക്കണം. ലിദിയയെക്കുറിച്ച് പറയുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ, അവൾ ദൈവത്തെ ആരാധിക്കുന്നവളായിരുന്നു എന്നാണ്. ആരാധന എല്ലാവരും നടത്തുന്നുണ്ട്. ഒരു പക്ഷേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ആരാധിക്കുന്നവരായിരിക്കാം. പക്ഷേ ആരാധന എന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. ആരാധന എന്ന വാക്ക് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിക്കുന്ന വാക്ക്, അതിൻ്റെ അർത്ഥം ചുംബിക്കുക എന്നാണ്. അപ്പോൾ നമ്മൾ ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തെ ചുംബിക്കുന്നതിന് തുല്യമാണ്. എപ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു ചുംബനം കൊടുക്കുക? സ്നേഹത്തിൻ്റെ ആഴമനുസരിച്ച് നമ്മളിൽ യഥാർത്ഥമായ ഹൃദയത്തിൽ നിന്നും ഒരു വ്യക്തിയോടൊരു സ്നേഹമുണ്ടാകുമ്പോൾ നമ്മൾ ആലിംഗനം ചെയ്യുക, ചുംബിക്കുക, അത് സ്നേഹത്തിൽ നിന്ന് വരുന്നതാണ്. ആ സ്നേഹം വരണമെങ്കിൽ ആ വ്യക്തിയുമായിട്ട് നമുക്ക് വ്യക്തിപരമായ ഒരു ബന്ധമുണ്ടായിരിക്കണം, ഒരു സ്നേഹബന്ധം ഉണ്ടായിരിക്കണം. അപ്പോൾ ദൈവത്തെ ആരാധിക്കുന്നവളെന്ന് പറയുമ്പോൾ ദൈവവുമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരിക്കണം. ആ ബന്ധമുണ്ടെങ്കിലേ നമുക്ക് യഥാർത്ഥത്തിൽ ആരാധിക്കാൻ സാധിക്കത്തുള്ളൂ. ഫരിസേയന്മാർ ആരാധിച്ചിട്ടുണ്ട്. ഫരിസേയന്മാരുടെ ആരാധനയെക്കുറിച്ച് മർക്കോസിൻ്റെ സുവിശേഷം നമുക്ക് കാണാം. യേശു അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്നുണ്ട്, ഈ ജനം എന്നെ അധരങ്ങൾ കൊണ്ട് സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അധരം, നമുക്ക് ശരീരത്തിൽ അധരങ്ങളുണ്ട്, നാവുണ്ട്. നാവ് കൊണ്ട് അർത്ഥമില്ലാത്ത വാക്കുകൾ വിളിച്ചു പറയാം, അത് അധര ശുശ്രൂഷയാണ്. കരങ്ങളുണ്ട്, കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കാം, കരങ്ങൾ കൊട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാം, തുള്ളിച്ചാടി പ്രാർത്ഥിക്കാം, ഇതൊക്കെ ചെയ്യാം. ഇതൊക്കെ അധര ശുശ്രൂഷയാണ്. നമുക്ക് അതിനൊക്കെ ഉപരി വേണ്ടത് ആദ്യം ഹൃദയത്തിൽ നിന്നുള്ള ആരാധനയാണ്. അതുകൊണ്ടാണ് അന്നത്തെ ഫരിസേയന്മാരുടെ പ്രാർത്ഥന അർത്ഥമില്ലാത്ത വ്യർത്ഥമായ വാക്കുകൾ, അവർക്ക് തന്നെ അറിയത്തില്ല അവരെന്താ പറയുന്നതെന്ന്. എവിടെയൊക്കെയോ ആരൊക്കെയോ എഴുതി വെച്ചതൊക്കെ വായിച്ചുകൊണ്ട് ചെല്ലുക. ഇതൊക്കെ അധര ശുശ്രൂഷയാണ്. യേശുവിൻ്റെ വചനം പറയുന്നു, ഈ ജനം എന്നെ അധരങ്ങൾ കൊണ്ട് ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്നും വളരെ അകലെയാണ്. മനുഷ്യരുടെ പാരമ്പര്യം അവർ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തെ അവർ തള്ളിക്കളയുന്നു. തങ്ങളുടെ തന്നെ പാരമ്പര്യം പാലിക്കാൻ വേണ്ടി അവർ കൗശലപൂർവം ദൈവവചനം മാറ്റിവെച്ചിരിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ എഴുതപ്പെട്ട ജീവനുള്ള ദൈവം തന്നെയായ വചനമാണ് പ്രിയപ്പെട്ടവരെ. ഇതാർക്കും മാറ്റാൻ പറ്റത്തില്ല. ഇതിനകത്ത് വ്യാഖ്യാനങ്ങളൊന്നും ആവശ്യമില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, യേശു പറയുന്നു, ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ ഈ വചനങ്ങൾ കടന്നു പോകത്തില്ല. കാരണം എന്തുകൊണ്ടാണ് വചനം കടന്നു പോകാത്തത്? വചനം ദൈവം തന്നെയാണ്. ആദിയിൽ വചനമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ബൈബിൾ ഉണ്ടാകുന്നതിന് മുമ്പും വചനമുണ്ടായിരുന്നു. ഈ ബൈബിൾ എന്ന പുസ്തകത്തിൻ്റെ അകത്തുള്ളത് ആ വചനമാണ്. ഇത് മനുഷ്യരാരും തന്നതല്ല, ഇത് ദൈവം തന്നെ തന്ന വചനമാണ്. അല്ലാതെ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ വചനമുണ്ട്. കാരണം വചനം ദൈവമാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു. ആ വചനം ദൈവത്തോട് കൂടിയായിരുന്നു. ആ വചനം ദൈവം തന്നെയാണ്.
ആ വചനമാണ് മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ച യേശു. അപ്പോൾ ഈ വചനം നമുക്ക് ആർക്കും മാറ്റിവെക്കാൻ സാധിക്കത്തില്ല. ഈ വചനത്തെ മാറ്റിവെച്ചിട്ട് അതിനേക്കാൾ ഉപരി മനുഷ്യൻ പഠിപ്പിക്കുന്ന കൽപ്പനകളും പാരമ്പര്യങ്ങളും അനുഷ്ഠാനങ്ങളും അതിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ നമ്മളുടെ ഹൃദയവും നമ്മളുടെ മനസ്സും എന്നും അടഞ്ഞിരിക്കുക. അപ്പോൾ പകുതി പാരമ്പര്യവും പകുതി മനുഷ്യനെ സന്തോഷിപ്പിക്കാനുള്ള ഒരു ജീവിതവും പകുതി നമുക്ക് ഇഷ്ടപ്പെട്ട ചില വചനങ്ങളുമായിട്ടിരുന്നാൽ ബുദ്ധിതലത്തിൽ ചില അറിവുകൾ കിട്ടുമെന്നല്ലാതെ ഒന്നും വെളിപ്പെടുത്തി കിട്ടുകയില്ല. മനുഷ്യഭയം. എന്തുകൊണ്ടാണ് ആദ്യത്തെ ശിഷ്യന്മാർ, ഈ 12 ശിഷ്യന്മാർ യേശുവിനോട് നടന്നിട്ടും അവർക്കൊന്നും ഗ്രഹിച്ചിട്ടില്ല? കാരണം മനുഷ്യഭയം മാറിയിട്ടില്ലായിരുന്നു. അത് വളരെ വ്യക്തമല്ലേ? യേശുവിനെ ക്രൂശിക്കാൻ നേരത്ത് പടയാളികൾ വന്നപ്പോൾ ശിഷ്യന്മാരെല്ലാം ഓടിപ്പോയി. ഓടിപ്പോകാതിരുന്ന ഒരാൾ പത്രോസ് എന്ന് പറയുന്നു. കാരണം അവൻ നേരത്തെ പറഞ്ഞു, കർത്താവേ, ഞാൻ നിൻ്റെ കൂടെ കാരാഗൃഹത്തിലും വന്നേക്കാം. എന്നാൽ ലൂക്കായുടെ സുവിശേഷം വായിച്ചാൽ കാണാം, യേശുവിനെ പടയാളികൾ കൂട്ടിക്കൊണ്ടു പോയപ്പോൾ പത്രോസ് വളരെ അകലെയായിട്ട് ആണ് യേശുവിനെ അനുഗമിച്ചത് എന്ന്. അകലെയായിട്ടെന്ന് പറയുമ്പോൾ യേശുവും പത്രോസും തമ്മിൽ മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത രീതിയിലുള്ള ഒരു അകലം വെച്ചുകൊണ്ട്, അതായത് പത്രോസ് പോകുന്നത് യേശുവിൻ്റെ പിന്നാലെയാണെന്ന് ആരും മനസ്സിലാക്കാത്ത വിധത്തിൽ ഒരു സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താണ് പോകുന്നത്. എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടോ തീ കായുന്നവരുടെ കൂട്ടത്തിൽ ഇരുന്നു കൊണ്ട് അവനെ ക്രൂശിക്കുക എന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ ഇരുന്നു കൊണ്ട് അവൻ മൗനം പാലിച്ചിരുന്നെങ്കിലും അവൻ അവിടെ അവരുടെ കൂടെ ഉള്ള ആളായിട്ടാണ് ഇരുന്നത്. കാരണം മനുഷ്യഭയം, മനുഷ്യൻ്റെ അംഗീകാരം. 3 കൊല്ലം യേശുവിൻ്റെ കൂടെ നടന്നയാൾ, വചനം കേട്ടയാൾ, വചനം പ്രസംഗിച്ചയാൾ. എന്നാൽ സമയമായപ്പോൾ നീ ഈ മനുഷ്യൻ്റെ കൂടെ അല്ലായിരുന്നോ എന്നൊരു പെണ്ണ് ചോദിച്ചപ്പോൾ ഞാൻ അവനെ അറിയത്തുപോലുമില്ല എന്ന് പറയാൻ യാതൊരു മടിയില്ലായിരുന്ന മനുഷ്യൻ. ഇവരുടെയൊക്കെ അവസ്ഥ ഇതായിരുന്നെങ്കിൽ ഇന്ന് വചനം കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിങ്ങളുടെ മനോഭാവം എന്താണ്? ഈ മനോഭാവത്തിലാണെങ്കിൽ നമുക്ക് കേൾക്കുന്ന വചനം നമുക്ക് ഇഷ്ടമായിരിക്കും. പക്ഷെ അതനുസരിക്കാൻ വരുമ്പോൾ മനുഷ്യരെന്ത് വിചാരിക്കും? മനുഷ്യരെന്നെ തള്ളിക്കളയുമോ? അവരുടെ സ്നേഹത്തിനു വേണ്ടി മനുഷ്യൻ പഠിപ്പിക്കുന്ന കൽപ്പനകൾക്ക് ദൈവവചനത്തേക്കാൾ മുൻഗണന കൊടുത്തുകൊണ്ട് ഒരു തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ തന്നെ നമ്മളെ വിധിക്കുകയല്ലേ? കാരണം യേശു പറഞ്ഞു, അവസാന കാലത്ത് നിങ്ങളെ വിധിക്കുവാൻ പോകുന്നത് ഞാൻ നിങ്ങളോട് സംസാരിച്ച ഈ വചനമായിരിക്കും. ഭയാജനകമാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഭയപ്പെടുകയാണ്. യേശു പറഞ്ഞു, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വചനം ആയിരിക്കും അവസാന ദിവസം നിന്നെ വിധിക്കാൻ പോകുന്നത്. ഈ വചനത്തെയാണ് നമ്മൾ മനുഷ്യ സ്നേഹത്തിനു വേണ്ടി, സമൂഹത്തിലെ അംഗീകാരത്തിനു വേണ്ടി മാറ്റിവെച്ചിട്ട് അവർ പഠിപ്പിക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മളെ രക്ഷിക്കുമെന്നും വിശ്വസിച്ചുകൊണ്ട് നടക്കുക. അങ്ങനെയൊരു സംഗതി ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് എങ്ങനെ ദൈവത്തിൻ്റെ വചനത്തിലെ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് എനിക്ക് അറിയാൻ പാടില്ല. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങൾ, നമ്മുടെ മനസ്സുകൾ തുറന്നു തന്നെങ്കിൽ മാത്രമേ അത് സാധിക്കത്തുള്ളൂ. അതുവരെ നമ്മളുടെ മനസ്സ് അടഞ്ഞു കിടക്കുകയാണ്. അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാതിരിക്കട്ടെ. കാരണം നിങ്ങൾ ഈ സീരിയലിലൂടെ കേൾക്കാൻ പോകുന്നത് വലിയ ആനന്ദം തരുന്ന, സന്തോഷം തരുന്ന, പ്രത്യാശ തരുന്ന, സൗഭാഗ്യകരമായ ഒരു ജീവിതത്തിലേക്ക് നമ്മളെ നയിക്കത്തക്കവണ്ണമുള്ള ആഴമേറിയ രഹസ്യങ്ങളാണ് കേൾക്കാൻ പോകുന്നത്. പക്ഷേ കേട്ടതുകൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവുമില്ല. കേൾക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ അത് ഒരു വെളിപാടായി മാറണം. ആ വെളിപാടായി മാറുമ്പോഴാണ് നീ സത്യം അറിയുന്നത്. യേശുവിൻ്റെ വചനം പറയുന്നു, നീ സത്യം അറിയുകയും ആ സത്യം നിന്നെ സ്വതന്ത്രനാക്കുകയും ചെയ്യും. അപ്പം നമുക്ക് സ്വാതന്ത്ര്യം തരുന്നത് സത്യമാണ്. പക്ഷെ സത്യം അറിയണം. അറിയുക എന്ന് പറയുന്നത് ബുദ്ധി തലത്തിലുള്ള അറിവല്ല, അതൊരു വെളിപാടായി മാറണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മീയ കണ്ണുകളും ആത്മീയ കാതുകളും തുറക്കണം. നമുക്കിത് ഗ്രഹിക്കുവാൻ സാധിക്കണം.
എന്തുമാത്രം നമ്മളത് ഗ്രഹിച്ചിട്ടുണ്ടോ അതനുസരിച്ച് നമുക്ക് ധൈര്യപൂർവ്വം മനുഷ്യരെന്തും പറയട്ടെ, മനുഷ്യർ തള്ളിക്കളയട്ടെ, എനിക്ക് കിട്ടിയ വെളിപാട് അത് എൻ്റെ നിത്യജീവനാണത്. ഈ ലോകത്തിലും പരലോകത്തിലും എൻ്റെ നിത്യമായ ജീവിതമാണ് അതിനു മുമ്പിൽ യാതൊരു കോംപ്രമൈസുമില്ല. അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ എളിമയോടുകൂടി, സമർപ്പണ മനോഭാവത്തോടു കൂടി, മനുഷ്യഭയമില്ലാതെ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കണം. ദൈവരാജ്യത്തിൻ രഹസ്യം ശിഷ്യന്മാർക്ക് മാത്രം രഹസ്യം മറ്റുള്ളവർക്ക് എല്ലാം ഉപമാ 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 ഉപമാ. നമ്മൾ ശിഷ്യന്മാരോട് യേശു പറയുന്ന ഒരു വലിയ സത്യമുണ്ട്. യേശു എപ്പോഴൊക്കെ പ്രസംഗിച്ചോ അത് പലപ്പോഴും ഉപമകൾ വഴിയായിരുന്നു. ഒരു പ്രാവശ്യം യേശുവിനോട് ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവേ, നീ എന്തിനാണ് ഈ ഉപമകൾ വഴി സംസാരിക്കുക? അപ്പോൾ യേശു കൊടുത്ത ഉത്തരം, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് മാത്രമേ വരം ലഭിച്ചിട്ടുള്ളൂ. പുറത്തുള്ളവർക്ക് അത് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ അവർ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഉപമകൾ വഴി സംസാരിക്കുക. കാരണം അവർ കണ്ടിട്ട് കാണാതിരിക്കുവാനും കേട്ടിട്ട് കേൾക്കുവാതിരിക്കുവാനും വേണ്ടിയാണ്. ഇതാണ് യേശു ലൂക്കായുടെ സുവിശേഷത്തിലും മറ്റ് സുവിശേഷങ്ങളിലും ഒക്കെ പറയുന്നുണ്ട് ഈ കാര്യം. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. യേശു പറഞ്ഞു, ശിഷ്യന്മാർക്കാണ് ദൈവരാജ്യത്തിൻ്റെ രഹസ്യം ഗ്രഹിക്കുവാനുള്ള കഴിവ് കിട്ടിയിരിക്കുന്നത്. എന്നാൽ ആ ശിഷ്യന്മാരിരുന്നു കൊണ്ട് ഈ ഉപമ കേട്ടിട്ടും അവർക്ക് മനസ്സിലായില്ല. കാരണം മനസ്സിലാകാഞ്ഞതുകൊണ്ടാണല്ലോ അവർ യേശുവിനോട് ചോദിക്കുന്നത്, കർത്താവേ, ഈ ഉപമയുടെ അർത്ഥം എന്താണ്? അവർക്ക് മനസ്സിലായെങ്കിൽ ചോദിക്കുകയല്ലോ. എന്തുകൊണ്ട് മനസ്സിലായില്ല? നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതുപോലെ 3 കൊല്ലക്കാലം യേശുവിനോട് നടന്നിട്ടും അവർക്കൊന്നും മനസ്സിലായില്ല. അതുകൊണ്ട് വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കുവാൻ തക്കവണ്ണം യേശു അവരുടെ മനസ്സ് തുറന്നു കൊടുത്തു. അപ്പോൾ ഈ മനസ്സ് അന്ന് തുറന്നു കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ദൈവരാജ്യത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. പുറത്തുള്ളവർ നിൽപ്പുണ്ട്. പുറത്തുള്ളവരെന്ന് പറയുന്നത് യേശുവിനെ സ്വീകരിക്കാത്തവർ, യേശുവിനെ നാഥനും കർത്താവും രക്ഷകനുമായിട്ട് സ്വീകരിക്കാതെ, യേശുവിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കാതെ, ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കാതെ ഇരിക്കുന്നവരാണ് ഈ പുറത്തുള്ളവർ. അവർ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയാണ് യേശു ഉപമകൾ വഴി സംസാരിക്കുന്നത്. നമ്മൾ പ്രാർത്ഥനാപൂർവ്വം ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് പേരെ കേൾക്കുന്നുണ്ട്. ഇന്ന് ടെലിവിഷനിലൂടെ ഒരുപാട് വചനപ്രഘോഷകരുണ്ട്, ഒരുപാട് കൺവെൻഷനുകളുണ്ട്, അങ്ങനെ ഒരുപാട് പ്രാസംഗിക്കുന്നവരുണ്ട്. നമ്മൾ ഈ പ്രസംഗം കേൾക്കുമ്പം നമ്മൾ നോട്ട്ബുക്കിൽ കുറിച്ച് വെക്കുന്നുമുണ്ട്. എന്നാൽ നമുക്കെന്തെങ്കിലും പിടികിട്ടുന്നുണ്ടെന്നുള്ളതാണ്. ഈ ശിഷ്യന്മാർക്ക് പറ്റിയതാ. അവർ ശിഷ്യന്മാരാണെന്ന് അവർക്കറിയാം. എല്ലാം ഉപേക്ഷിച്ച് വന്നവരാ, ശിഷ്യന്മാരാ. അന്ന് നോട്ട്ബുക്കൊന്നും ഉണ്ടായിരുന്നു കാണിയല്ല. പക്ഷെ നമുക്കൊന്ന് സങ്കല്പിക്കാം, അവരും നോട്ടെല്ലാം കുറിക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും മനസ്സിലായില്ല. കാരണം അവർ ചോദിക്കുക, കർത്താവേ, ഈ ഉപമയുടെ അർത്ഥം എന്താണ്? അപ്പോൾ ഈ മനസ്സ് തുറക്കുക എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് തുറന്ന് കിട്ടാത്തത്തോളം കാലം നമ്മൾ എന്തു വചനം പഠിച്ചാലും, എന്തു വചനം കേട്ടാലും, എന്തു വചനം പ്രസംഗിച്ചാലും ഈ ദൈവിക രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി കിട്ടുകയില്ല. ഇവിടെ ഈ സീരിയലിൻ്റെ പേര് തന്നെ രഹസ്യമായി. ഒരുപാട് രഹസ്യങ്ങളുണ്ട്. മനുഷ്യബുദ്ധിക്ക് ഗ്രഹിക്കുവാൻ സാധിക്കാത്ത വിധത്തിൽ ഈ വചനം പറയുന്ന പോലെ കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതുമായ രഹസ്യങ്ങൾ ഈ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. അത് നമുക്ക് വെളിപ്പെടുത്തി കിട്ടത്തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ്
നമ്മളുടെ മനസ്സ് ഒന്ന് തുറന്ന് തരണം. അത് കർത്താവ് വന്ന് കുത്തി തുറന്ന് തരത്തില്ല പ്രിയപ്പെട്ടവരെ. ഈ വെളിപാടിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 20-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ഇതാ ഞാൻ വാതിൽക്കൽ നിന്നുകൊണ്ട് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ സ്വരം ശ്രവിച്ച് അകത്ത് പ്രവേശിച്ചാൽ ഞാൻ അവരോട് കൂടി ഭക്ഷണത്തിലിരിക്കും. യേശു ഇത് സംസാരിക്കുന്ന ആരോടാ? ഏതെങ്കിലും മനുഷ്യരോടാണോ? അല്ല. യേശു ഇത് സംസാരിക്കുന്നത് തന്നെ നാഥനും കർത്താവും രക്ഷകനുമായിട്ട് സ്വീകരിച്ചുവെന്ന് അഭിമാനിക്കുന്ന, വീണ്ടും ജനിച്ചുവെന്ന് അഭിമാനിക്കുന്ന ഒരു സഭയോടാണ് പറയുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു സഭയുടെ പുറത്തു നിന്നുകൊണ്ടാണ് യേശു മുട്ടുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്നതാ? യേശു ആ സഭയ്ക്ക് ഉള്ളിലാണോ പുറത്താണോ? ഉള്ളിലുള്ളവരെന്തിനാണ് പുറത്തുനിന്ന് മുട്ടുന്നത്? ഉള്ളിലുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നു, പക്ഷേ ഉള്ളിലില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടല്ലേ യേശു പുറത്തു നിന്നുകൊണ്ട് മുട്ടുക. ഇതാ ഞാൻ വാതിൽക്കൽ നിന്നുകൊണ്ട് മുട്ടുന്നു. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കുന്നതല്ല, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിൽ യേശു ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു, നമ്മൾ അഭിമാനിക്കുന്നു, നമ്മൾ ഏറ്റു പറയുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഉണ്ടോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ആ യേശു വേണം നമുക്കിത് വെളിപ്പെടുത്തി തരുവാനായിട്ട്. ഇതെന്തുകൊണ്ടാണ് ഇത് വെളിപ്പെടുത്തി കിട്ടാത്തെന്നുള്ളത് അടുത്ത ദിവസം ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും. അതുവരെ പ്രാർത്ഥനാപൂർവ്വം ഇരിക്കുക. ആമേൻ.